പൂക്കളുടെ ടിപ്സും സ്പെഷ്യൽ കെയറും എന്തൊക്കെയാണെന്ന് ഈ വീഡിയോയിൽ നോക്കാം. ആദ്യം തന്നെ പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മണ്ണും ചകിരിച്ചോറും എല്ലുപൊടിയും വേപ്പ പിണ്ണാക്കും മെയിനായിട്ട് ചാണകപ്പൊടിയും ചേർത്താണ് ഞാൻ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നത്. നീർവാഴ്ചയുള്ള പോട്ടിംഗ് മിക്സ് ആയിരിക്കണം. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിന്നാൽ ചെടി ചീഞ്ഞു പോകും. അടുത്തതായിട്ട് ചട്ടികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ വലിപ്പം അനുസരിച്ച് വേണം ചട്ടി തിരഞ്ഞെടുക്കാൻ. ചെറിയ ചെടിയാണെങ്കിൽ ചെറിയ ചട്ടികൾ മാത്രം തിരഞ്ഞെടുക്കുക. വലുതാകുന്നതിനനുസരിച്ച് ചട്ടി മാറ്റി കൊടുക്കാം. ചെടികൾക്ക് വളം കൊടുക്കുന്നതിന് മുമ്പായി കളകളൊക്കെ പറിച്ചു മാറ്റി മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യാറാകുമ്പോൾ DAPയും 15 ദിവസം കഴിയുമ്പോൾ NPK 19-19-19 യൂസ് ചെയ്യാം. ഇപ്പോൾ 1-ാം തീയതിയാണ് DAP കൊടുത്തതെങ്കിൽ 15-ാം തീയതി ആകുമ്പം NPK കൊടുക്കാം. NPK വെള്ളത്തിൽ കലക്കി ചെടിയുടെ തണ്ടിൽ ഈവനിങ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. നമുക്കൊക്കെ സെയിം ഫുഡ് ഡെയിലി കഴിക്കുമ്പോൾ ബോറടിക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ചെടികൾക്കും. ഇതെൻ്റെ ഒരു കണ്ടെത്തലാണ് കേട്ടോ. ഈ ബോറടി മാറ്റാനായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ ബയോഗ്യാസിൻ്റെ സെറിയില്ലേ, അതും കലക്കി ഒഴിക്കാറുണ്ട്. ഇത്തവണ ഞാൻ ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പ് പിണ്ണാക്കുമാണ് കൊടുക്കുന്നത്. ബൊഗൈൻവില്ല പ്ലാന്റ്സുകൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് വെയിലാണ്. അതുകൊണ്ട് നല്ല വെയിലുള്ള ഭാഗത്ത് മാത്രമേ വെക്കാവുള്ളൂ. മഴക്കാലം വരുമ്പോൾ ഹൈബ്രിഡ് വെറൈറ്റികളെ എല്ലാം എടുത്ത് ഷെയ്ഡിനടിയിലേക്ക് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ഡെയിലി നനച്ചും കൊടുക്കുക. ഈ ചെടിയുടെ ചോട്ടിൽ ചകിരി വെക്കുന്ന എന്തിനാണെന്നോ? ഇരിക്കുന്ന ആളെ പറ്റിക്കാൻ വേണ്ടി വെച്ചതാ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ഞാൻ ചെടി ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, മഴക്കാലത്തിന് മുമ്പായിട്ട് ഹാർഡ് പ്രൂണിങ് ചെയ്യും. ഒരുപാട് വളർന്നിട്ടില്ലെങ്കിൽ സോഫ്റ്റ് പ്രൂണിങ് ആയിരിക്കും ചെയ്യുന്നത്. അത് ചെടിയുടെ വളർച്ച അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ബൊഗൈൻവില്ലയ്ക്ക് ചെയ്യുന്നത്. എല്ലാ കാര്യവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും കാണാം.